നിനക്ക് വേണ്ടിയവൻ വന്ന് പെണ്ണ് ചോദിച്ചു. നിന്റെ വീട്ടുകാർ സമ്മതിച്ചു. അതല്ലേ സത്യം? സിദ്ധാർത്ഥ് വീണ്ടും അവളെ വെല്ലുവിളിക്കുന്നത് പോലെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സർ. സിദ്ധാർത്ഥിന്റെ അമ്മ വന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചു. അച്ഛനും അമ്മക്കും ഇഷ്ടമായപ്പോൾ അത് സമ്മതിച്ചതാണ്. പിന്നെ അവൻ നല്ലൊരു അധ്യാപകനുമാണ്, കാണാനും സുന്ദരനുമാണ്. പക്ഷെ അവൻ്റെ അച്ഛന് സുഖമില്ല. പിന്നെ അവരും ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരാണ്. അച്ഛന് സാറിനെ ഇഷ്ടപ്പെട്ടത് സാറ് കാണാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. ശ്വേതയുടെ കാര്യത്തിൽ അച്ഛന് കുറച്ച് വാശിയുണ്ടായിരുന്നു. സാറ് അവളെ കാണാൻ പോയതൊക്കെ അച്ഛൻ അറിഞ്ഞു. അതിൻ്റെ ഒരു ദേഷ്യം അച്ഛൻ തീർത്തതാവും. അല്ലാതെ സാറിനോട് അച്ഛന് വേറെ വെറുപ്പൊന്നുമില്ല. അനഘ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ചുണ്ടിലൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അപ്പോൾ നിന്റെ അച്ഛന് എന്നെ ഇപ്പോഴും അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, പിടിച്ചില്ല അല്ലേ? അവൻ അവളെ വീണ്ടും പ്രകോപിപ്പിക്കാനായി പറഞ്ഞു. അച്ഛനെക്കുറിച്ച് ഒന്നും പറയണ്ട. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അച്ഛൻ സാറിനെ അംഗീകരിച്ചില്ലേ? തൻ്റെ അച്ഛനെക്കുറിച്ച് സിദ്ധാർത്ഥ് മോശമായി പറയുന്നത് അവൾക്കൊട്ടും സഹിച്ചില്ല. അവളുടെ ആ പിണക്കം കണ്ടപ്പോൾ സിദ്ധാർത്ഥിനുള്ളിൽ സന്തോഷം തോന്നി. അവൻ തൻ്റെ കയ്യിലിരുന്ന വലിയൊരു കിറ്റിൽ നിന്ന് മനോഹരമായി പാക്ക് ചെയ്ത ഒരു പെട്ടി പുറത്തെടുത്തു. ദാ ഇത് പിടിച്ചോ. ഇനി 2 ആഴ്ചയുള്ളൂ നമ്മുടെ കല്യാണത്തിന്. അതെങ്കിലും ഭവതിക്ക് ഓർമ്മയുണ്ടോ ആവോ? അനഘ ആശ്ചര്യത്തോടെ ആ പെട്ടി തുറന്നു. ലേറ്റസ്റ്റ് മോഡലുള്ള ഒരു ആപ്പിൾ ഐഫോൺ. അതിൻ്റെ തിളക്കം കണ്ടവൾ അന്തം വിട്ടുപോയി. ഇത്രയും വലിയ ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ടായിരുന്നു സർ, അവൾ മെല്ലെ പറഞ്ഞു. വേണ്ടെങ്കിൽ ഇങ്ങു തന്നേക്ക്, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. അവൻ്റെ വാശി നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ അനഘ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തൊരു മനുഷ്യനാണത്, അവൾ ഉള്ളിൽ ചിന്തിച്ചു. താൻ കൊടുത്ത ഗിഫ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊരു പേടി സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പരുഷമായി സംസാരിച്ചത്. ഇത് അഭിരാമാണ് തന്നതെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയാതെ വാങ്ങുമായിരുന്നല്ലോ അല്ലേ? അത് കേട്ടതും അനഘക്ക് ദേഷ്യം വന്നു. സാർ എന്തിനാ എപ്പോഴും ഇങ്ങനെ അഭിരാം സാറിൻ്റെ പേര് വലിച്ചെടുക്കുന്നത്? നിനക്ക് വേണ്ടാത്തതല്ലേ, തന്നേക്ക്. അവൻ കൈ നീട്ടി. അനഘ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വേണം, തന്നത് തിരിച്ചെടുക്കാൻ പാടില്ല. അവൾ വേഗത്തിൽ ആ ഫോൺ തൻ്റെ ബാഗിനുള്ളിലേക്ക് ഇട്ടു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നു. ഫോൺ കിട്ടിയ സ്ഥിതിക്ക് എനിക്കൊരു താങ്ക്സ് തന്നൂടെ? ഒരു കൊച്ചു ഉമ്മയെങ്കിലും തന്നാൽ കൊള്ളാമായിരുന്നു, അവൻ കണ്ണുറുക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. അനഘ പെട്ടെന്ന് ചുവന്നു തൊടുത്തു. അയ്യടാ, അതൊന്നും ഇപ്പോൾ കിട്ടില്ല, കല്യാണം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അവൾ വാശിയോടെ മുഖം തിരിച്ചു. അപ്പോൾ തരുന്നില്ലേ? അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇല്ലേ, ഇല്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് വരാന്തയിലൂടെ ഓടിമറിഞ്ഞു. സിദ്ധാർത്ഥ് ആ പോക്കും നോക്കി അവിടെ തന്നെ നിന്നു. അവൾ തൻ്റെ ബാഗും എടുത്ത് ക്ലാസ് കഴിഞ്ഞതും പുറത്തേക്ക് നടക്കാനൊരുങ്ങി. സിദ്ധാർത്ഥിൻ്റെ കാർ ചീറിപ്പാഞ്ഞ് അനഘയുടെ മുന്നിലെത്തി നിന്നു. അവൻ ശക്തിയായി ഹോൺ മുഴക്കി. ആ ഒച്ച കേട്ട് അനഘ ഒന്ന് ഞെട്ടി. കേറിക്കോ, ഞാൻ വീട്ടിലേക്കാക്കാം. സിദ്ധാർത്ഥ് ക്ലാസ് താഴ്ത്തി ഗമയിൽ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ നടന്നോളാം, അധികം ദൂരമൊന്നുമില്ലല്ലോ. അവളൊന്ന് മടിച്ചു നിന്നു. കോളേജിലെ പിള്ളേരൊക്കെ നോക്കി നിൽക്കുകയാണതെല്ലാം. വീണ്ടും അവൻ ഹോണടിച്ചു. ആ ശബ്ദം കേട്ട് ലൈബ്രറിയിലിരിക്കുന്നവരെ പുറത്തേക്ക് നോക്കി. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അനഘക്കാകെ നാണക്കേടായി. സർ, ഇത് എന്ത് കാണിക്കുക? നിർത്തൂ, ഞാൻ വരാം. അവൾ വേഗം കാറിൻ്റെ മുൻ സീറ്റിൽ കയറിയിരുന്നു. അവളുടെ പരിഭ്രമവും ചമ്മലും കണ്ട് സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു വിരുദ്ധൻ ചിരി വിരിഞ്ഞു. കാർ അവളുടെ വീടിന് മുന്നിൽ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ അവൾ ബാഗുമെടുത്ത് ഇറങ്ങി. സൂക്ഷിച്ചു പോണം കേട്ടോ. അവൻ അവൾക്ക് നേരെ കൈവീശി. അനക്കൊന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു. നഗരത്തിലെ ഏറ്റവും വലിയ തിരക്കുകളുള്ള വലിയ കോളേജ്. അവിടെ വരാന്തകളിൽ വിദ്യാർത്ഥികളുടെ ബഹളം നിറഞ്ഞു നിൽക്കുന്നു. ഗേറ്റ് കടന്ന് ഒരു കറുത്ത ബാഗും തോളിലിട്ട് പടികൾ കയറി വരുമ്പോൾ അഭിരാമിൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. പഴയ ഓർമ്മകൾ ഒരു തിരമാല പോലെ ഉള്ളിൽ അടിച്ചു കയറുന്നു. താൻ വളർന്ന നാട്, പഠിപ്പിച്ച വിദ്യാലയം, പിന്നെ ജീവന് തുല്യം സ്നേഹിച്ച അനഘ, എല്ലാം ഒരു രാത്രി കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നവൻ്റെ നിസ്സഹായത അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. രുദ്രൻ്റെ ഭീഷണിയും അച്ഛൻ്റെ അസുഖവും അവനെ അത്രമേൽ തളർത്തിക്കളഞ്ഞു. അഭിരാം നേരെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് നടന്നു. മേ ഐ കമിൻ സർ? അവൻ്റെ സ്വരം ശാന്തമായിരുന്നു, എങ്കിലും അതിൽ ഒരു തരം ഗാംഭീര്യമുണ്ട്. യെസ്, കം ഇൻ. ഓ, അഭിരാം സർ ആണല്ലേ. വെൽക്കം ടു സെൻറ്റ് തെരേസസ്. പ്രിൻസിപ്പൽ പുഞ്ചിരിയോടെ അവനെ സ്വീകരിച്ചു.
വളരെ നല്ല റിപ്പോർട്ടാണ് താങ്കളെക്കുറിച്ച് മുൻ കോളേജിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾക്കും താങ്കളെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു സർ. അഭിരാം വിനയത്തോടെ അവരോടായി പറഞ്ഞു. അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവിടെ പുതിയ മുഖങ്ങൾ, പുതിയ അന്തരീക്ഷം. പക്ഷേ അവൻ്റെ മനസ്സ് ഇപ്പോഴും ആ കോളേജിലെ പഴയ സ്റ്റാഫ് റൂമിലായിരുന്നു. പാവം അനഘയുമൊക്കെ അവൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നിമറിഞ്ഞു പോയി. തൻ്റെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ കയ്യിലെടുക്കുമ്പോൾ അവൻ്റെ കൈകൾ ഒന്ന് വിറച്ചു. ഇനിയൊരു പുതിയ തുടക്കം, അവൻ സ്വയം സമാധാനിപ്പിച്ചു. പക്ഷെ തന്നെ ഇത്രയും വലിയ കോളേജിലേക്ക് മാറ്റാൻ രുദ്രൻ കളിച്ച കളി എന്താണെന്ന് അവൻ ഇപ്പോഴും പിടികിട്ടിയില്ല. ആദ്യത്തെ ബെൽ മുഴങ്ങി. അഭിരാം മെല്ലെ ക്ലാസ് മുറിയിലേക്ക് നടന്നു. മുന്നിലൊരു കടൽ പോലെ വിദ്യാർത്ഥികൾ. അവൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ക്ലാസ് തുടങ്ങി. സംശയങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾ ശാന്തമായി മറുപടി നൽകുന്നതിനിടയിൽ അവൻ അറിയാതെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. അവിടെ ഒരു വാഗമരം പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സ് വീണ്ടും മന്ത്രിച്ചു. അനഘ, നിനക്കിപ്പോൾ സുഖമാണ് അല്ലേ? അപുരം സ്റ്റാഫ് റൂമിൽ തൻ്റെ കസേരയിൽ വന്നിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ നിന്ന ആൾ ഒരു ചായ ഗ്ലാസുമായി അങ്ങോട്ട് വന്നത്. കാണാൻ നല്ല ഐശ്വര്യമുള്ള ഒരു രൂപം. കണ്ണട വെച്ച് മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നുണ്ട്. പുതിയത് ആളാണല്ലേ? ഞാൻ മാധവൻ, ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റാണ്. അയാൾ സ്നേഹത്തോടെ കൈനീട്ടി. അഭിരാമും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ കൊടുത്തു. അഭിരാം, എക്കണോമിക്സ് ആണ്. അറിയാം, രാവിലെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. കണിമംഗലം കോളേജിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞു. ഇവിടെ നഗരത്തിൽ തിരക്കാണ് മാഷെ. അവിടുത്തെ ആ ഒരു ശാന്തത ഇവിടെ കിട്ടില്ല. പക്ഷെ പൊരുത്തപ്പെട്ട് പോയിക്കോളുമല്ല അല്ലേ മാഷെ? മാധവൻ മാഷ് തൻ്റെ കയ്യിലിരുന്ന ചായ അവന് നേരെ നീട്ടി. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ മാധവൻ മാഷിനോട് അഭിരാമിന് ഒരു പ്രത്യേക അടുപ്പം തോന്നി. ആരോടും അധികം സംസാരിക്കാത്ത അഭിരാമിൻ്റെ ഉള്ളിലെ ഭാരം ആ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ടോ എന്നവന് തോന്നിപ്പോയി. മാഷെന്താ ഒരു ആലോചന? എവിടെയൊക്കെ മനസ്സുടക്കി നിൽക്കുന്നത് പോലെയുണ്ടല്ലോ മുഖം കണ്ടിട്ട്. മാധവൻ മാഷ് അവൻ്റെ തോളിൽ തട്ടി ചോദിച്ചു. ഒന്നുമില്ല മാഷെ, പുതിയ സ്ഥലം, അതിൻ്റെ ഒരു അപരിചിതത്വം, അത്രയേ ഉള്ളൂ. അപുരം ഒരുവിധം ഒപ്പിച്ചു പറഞ്ഞു. അതൊക്കെ ശരിയാകും. ഇവിടെ വൈകുന്നേരം നല്ലൊരു ലൈബ്രറി ഉണ്ട് മാഷെ. മാഷിന് വായനശീലമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. മനസ്സിനൊരു സമാധാനവും കിട്ടും. മാധവൻ മാഷിൻ്റെ ആ വാക്കുകൾ അഭിരാമിന് വലിയൊരു ആശ്വാസമായി. സ്വന്തം നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ നഗരത്തിൽ തനിക്കൊരു കൂട്ടുണ്ടാകുമെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷെ മാധവൻ മാഷ് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന ആ പേര് കണ്ടപ്പോൾ അഭിരാം സർ ഞെട്ടി. ശങ്കരൻ മാഷ്. മാഷെ, ഈ ശങ്കരൻ മാഷിനെ അറിയാമോ? അഭിരാം ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ അറിയാതെ, എൻ്റെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ രുദ്രൻ ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ IPS ഓഫീസറാണ്. മഹാ തെണ്ടേടിയാണവൻ. മാധവൻ മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അഭിരാമിൻ്റെ ഉള്ളൊന്ന് കാളി. താൻ എവിടെയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും രുദ്രൻ തൻ്റെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ടോ? രുദ്രൻ അച്ഛൻ പഠിപ്പിച്ച കോളേജിലാണോ താനിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്? അഭിരാമിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ അപ്പോഴും ഇരമ്പിക്കയറി.